നിലമ്പൂർ തോറ്റതാരാ? SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴും യുവത്വം വിടാതെ നിൽക്കുന്നു എന്ന് CPM പറയുന്ന സ്വരാജ് അല്ലേ? അപ്പോൾ ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് SFIയെ കൂടെ ന്യായീകരിക്കുക, DYFI ന്യായീകരിക്കുക. ന്യായീകരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ന്യായീകരിക്കുമ്പോഴേ അന്തം കമ്മികളായിട്ട് ന്യായീകരിക്കരുത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ യൂത്ത് കോൺഗ്രസ് കാഴ്ചവെച്ച ഒരു അധ്വാനം, അവരുടെ സംഘടനാശേഷി, അവർ വോട്ട് നേടിയെടുക്കാൻ വേണ്ടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ പ്രവർത്തനം, അത് പാർലമെന്ററി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു മേന്മ കാണിക്കലാണ്. അതിനപ്പുറത്തേക്ക് ഇടത് യുവജന സംഘടനകളെ പോലെ, അങ്ങ് ഈ PJ കുര്യൻ തന്നെ പറഞ്ഞതുപോലെ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളെ പോലെ ആളുകളെ, നേരത്തെ KS അരുൺകുമാർ പറയുകയാണ്, യുവാവിനെ യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കലായ ഒരു യുവാവായി വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, അതിനുള്ള ശേഷി കൈവരിക്കാനുള്ള ആശയപരമായ പരിസരം ഉണ്ടാക്കിയെടുക്കുക. ഈ ഇടങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം കൂടിയുണ്ട്. ഇന്ന് PJ കുര്യൻ പറയുന്നത് വളരെ ഇന്റലക്ച്വലായ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത് എന്നുള്ളതാണ്. ഐഡിയോളജിക്കലായ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടത്തുന്ന സമരം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അനാവശ്യമായ സമരമല്ല, അത് ഇന്റലക്ച്വലായ ഐഡിയോളജിക്കലായ സമരമാണ് എന്നുകൂടി PJ കുര്യൻ തിരിച്ചറിയുന്നു. നോക്കൂ മാധു, PJ കുര്യൻ സാറ് പറഞ്ഞ കാര്യവും ഇവിടെ നിന്ന് ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ CPM അനുഭാവികളായ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യവും രണ്ടും രണ്ടാണ്. ഇവിടെ PJ കുര്യൻ സാറ് പറഞ്ഞൊരു കാര്യം SFIയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസ്സിന്. കാരണം SFIയും DYFIയും കഴിഞ്ഞ 8-9 വർഷക്കാലത്ത് അവർ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഭരണം അവസാനിക്കാറായപ്പം അവരൊരു കാരണം കൊണ്ടുവന്നു. അത് അക്കാഡമിക് കാര്യങ്ങളല്ലല്ലോ SFI സമരം ചെയ്യുന്നത്. അതായത് RSSൻ്റെ ഗവർണർ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളിൽ അവരുടെ RSSൻ്റെ സങ്കല്പത്തിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം വെക്കുന്നു, അത് സർവകലാശാലകളിൽ വെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലാണ്ട് സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ ഭാവി നോക്കിയിട്ടല്ലല്ലോ സമരം ചെയ്യുന്നത്. ഇന്നിപ്പോൾ വൈസ് ചാൻസലറിനെ വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ പാവപ്പെട്ട കുട്ടികളൊക്കെ പരീക്ഷ എഴുതാണ്ട് കഷ്ടപ്പെടും. നേരെ മറിച്ച് DYFIയും SFIയും കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ആരോപണങ്ങൾ ഏതാ? അതൊക്കെ മാതൃകയാക്കണമെന്ന് പറഞ്ഞാലോ, സർട്ടിഫിക്കറ്റ് വിഷയമാണെങ്കിലും മാർക്ക് കാര്യങ്ങളിലാണെങ്കിലും സ്വന്തം സഹസംഘടനയായ AAYFൻ്റെ വനിതാ നേതാവിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിനു വേണ്ട. ഇന്നലെ പാലക്കാട്ട് മണ്ണാർക്കാട് CPMൻ്റെ നേതാവായിരുന്ന KTDCയുടെ ചെയർപേഴ്സണായിട്ടുള്ള നമ്മുടെ മറ്റേ അദ്ദേഹത്തിൻ്റെ PK ശശിക്കെതിരെ മണ്ണാർക്കാട് നടത്തിയ പ്രകടനത്തിൽ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗം എന്താണ്? അപ്പോൾ അതിന് കൃഷ്ണദാസിൻ്റെ ഇന്നത്തെ മറുപടി എന്താണ്? അപ്പോൾ CPM പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതും അതിനോടൊക്കെ താരതമ്യം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസിനെ. അവിടെ ഒന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസും KSUവും പാർലമെൻ്ററി കാര്യത്തിലല്ല, മാത്രമല്ല നിലപാടെടുത്തത്. ഇവരിവിടെ പറഞ്ഞ വ്യാജ യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നില്ലേ, ആ വ്യാജ യൂത്ത് കോൺഗ്രസ് 18,000 വോട്ടിന് ജയിച്ചിട്ട് CPMൻ്റെ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് പാലക്കാട്ട് തള്ളിയിട്ടു ജനങ്ങളുടെ പിന്തുണയോടെ. അറിയാമോ, 15,000 വോട്ട് കൂടുതൽ പിടിച്ചു 3,000-ൽ നിന്നും ഷാഫി പറമ്പിൽ നീട്ടിയത്. ആ യൂത്ത് കോൺഗ്രസിന് എന്നിട്ട് ഇവരിപ്പോൾ വ്യാജം നാണമാവില്ലേ ഇവർക്ക്? ജനങ്ങൾ അംഗീകരിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ. പിന്നെ എന്താണ്, ജനങ്ങൾ അംഗീകരിച്ചു ചാണ്ടി ഉമ്മനെ. അവിടെ തോറ്റതാരാ? പുതുപ്പള്ളിയിലെ DYFI നേതാവല്ലേ? പാലക്കാട് തോറ്റതാരാ? DYFIയുടെ പുതിയ നേതാവല്ലേ? മറ്റേ നമ്മുടെ നിലമ്പൂർ തോറ്റതാരാ? SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴും യുവത്വം വിടാതെ നിൽക്കുന്നു എന്ന് CPM പറയുന്ന സ്വരാജ് അല്ലേ? അപ്പോൾ ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് SFIയെ കൂടെ ന്യായീകരിക്കുക, DYFI ന്യായീകരിക്കുക. ഇന്ന് മുഹമ്മദ് റിയാസിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, യൂത്ത് കോൺഗ്രസിനെ ചെറുതായി കാണുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മാന്യമായ പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നിയത്. ന്യായീകരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ന്യായീകരിക്കുമ്പോഴേ അന്തം കമ്മികളായിട്ട് ന്യായീകരിക്കരുത്. ഞാൻ അന്തം കമ്മി ഉപയോഗിക്കുന്നില്ല, ക്ഷമിക്കണം. കാരണം കോൺഗ്രസിന്റെ നേതാക്കളാണ്. അല്ല, ഞാൻ പറയാം. ഇപ്പോൾ കുര്യൻ സാറിൻ്റെ വിഷയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. കുര്യൻ സാർ പറഞ്ഞത് എന്താണ്? അദ്ദേഹം അടുത്ത ഗവൺമെൻറ് വരണം, UDF ഗവൺമെൻറ് വരണം. അപ്പോൾ യൂത്ത് കോൺഗ്രസും KSUവും ആണ് കോൺഗ്രസിൻ്റെ ഞാറ്റടി എന്ന് പറയുന്നത്. അവർ ഒന്നുകൂടെ ഉഷാറാവണം എന്ന് ഉദ്ദേശിച്ചായിരിക്കാം കുര്യൻ സാർ പറഞ്ഞത്. അത് ഞാൻ ആദ്യം പറഞ്ഞത്. അദ്ദേഹം ഒന്നുകൂടി നാളെ അത് വ്യക്തമായി പറയുമായിരിക്കും. മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ വേവലാതി പൂണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഗവൺമെൻറ്റും CPMഉം. അതുകൊണ്ടല്ലേ DYFIയുടെ സംസ്ഥാന നേതാവ് യൂത്ത് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിയത്?
കേരളത്തിൻ്റെ യുവജന രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും പരസ്പരം യൂത്ത് കോൺഗ്രസും DYFIയും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയായിട്ട് പരസ്പരം സമരകാര്യങ്ങളിൽ ഭീഷണിപ്പെടുത്താറില്ല. അത് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഭയമാണ്. മഹിളാ കോൺഗ്രസിൻ്റെ ഭയമാണ്, KSUവിൻ്റെ ഭയമാണ്. എന്തിനാണ് കരുതൽ തടങ്കൽ? എന്തിനാണ്? ഇവർ വലിയ പുരോഗമനം പറയുന്നവരാണല്ലോ, എന്തിനാണ് ഭയക്കുന്നത്? പിണറായി വിജയൻ്റെ റോഡിൽ കൂടെ പോയ ആ ഭാഗത്തുള്ള KSUക്കാരൻ്റെ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെയും വീട്ടിലെ അച്ഛനമ്മമാർക്ക് ഭയമാണ്. മക്കളെ പിടിച്ചുകൊണ്ട് പോവാ പേടിച്ചിട്ട്. കരിങ്കൊടി അറിയാമല്ലോ. ആർക്കാ കരിങ്കൊടിയെ പേടി? ആർക്കാണ് കറുത്ത കുടയെ പേടി? ആർക്കാണ് കറുത്ത ബാഗിനെ പേടി? ഇതൊക്കെ യൂത്ത് കോൺഗ്രസും KSUവും കാരണമല്ലേ ഈ പേടിയൊക്കെ ഉണ്ടായത്? അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? ഇവിടെ കുര്യൻ സാർ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ അത് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന് KSUവിന് ദഹിക്കില്ല. അദ്ദേഹം പറഞ്ഞ സാഹചര്യം തെറ്റിപ്പോയി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതിന് മുമ്പുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിനെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജനസമ്പർക്കവും വീട് സമ്പർക്കവും ഒന്നും കൃത്യമായി നടക്കണമെന്നില്ല, ഒരു വാട്സപ്പ് മതി. പക്ഷേ അവർ ചെയ്യുന്ന സമരം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തിനാ വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയത്? രാഹുൽ മാങ്കൂട്ടത്തിലെ സെക്രട്ടേറിയറ്റ് പിടിക്കാൻ എന്തിനാ? അബിൻ വർക്കിയുടെ തല പൊട്ടിച്ചെന്തിനാ? KSUവിൻ്റെ വനിതാ നേതാക്കളെ എന്തിനാ തല പൊട്ടിച്ചെന്തിനാ? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? എന്തിനാണ് പോലീസിനെ മുന്നിൽ നിർത്തി DYFIക്കാരൻ പിന്നിൽ നിന്നിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തല പൊട്ടിച്ചത്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അടിച്ചത്? ആ കേസ് ഇന്ന് എവിടെ വരെയായി? ഇതൊക്കെ മനസ്സിലാക്കണം. SFI എന്ന് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണ. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. SFIയുടെ ശൈലി മാറ്റണം എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണ. SFIയുടെ ചില നിലപാട് കൊണ്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയത് പാർട്ടി സമ്മേളനങ്ങളിൽ വിലയിരുത്തിയെന്ന് പത്രവാർത്തകൾ വന്നതല്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ചെയ്തുകൊണ്ട് KPCCക്ക് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ള ശൈലിയൊക്കെ മതി, അതുകൊണ്ടുള്ള നേട്ടം ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾ അംഗീകരിക്കുന്നുമുണ്ട്.